ഹലോ എവ്രി വൺ. സോ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. എനിക്കൊരു വെഡിങ് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 4:45. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് റെഡി ആവാണ്. തല കഴുകിയിട്ടുണ്ട്. എൻ്റെ മുടി ആകെ അങ്ങോട്ട് ഡ്രൈ ആയിട്ട് വലിഞ്ഞിരിക്കായിരുന്നു. തീരെ മുടിയിൽ മോയ്സ്ചർ ഇല്ലാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഷാംപൂ ചെയ്തു, കണ്ടീഷൻ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ മുടി ഇത്തിരി സോഫ്റ്റ് ആയിട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഷാമ്പും കണ്ടീഷണറും ട്രെസ്മേ ബ്രാൻഡിൻ്റെയാണ്. കാലങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. എൻ്റെ വീഡിയോ തുടക്കം മുതലേ കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ എപ്പോഴും ട്രെസ്മേ ഷാമ്പൂവും കണ്ടീഷണറാണ് യൂസ് ചെയ്യാറ്. എൻ്റെ മുടിക്ക് ഇതാണ് ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ബ്ലോ ഡ്രൈഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് മുടി സ്ട്രെയിറ്റൻ ചെയ്യാമെന്ന്. അപ്പോൾ മുടി ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് ഞാൻ പാനസോണിക്കിൻ്റെ ഒരു ഹെയർ സ്റ്റൈലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലോ ഡ്രയറിന് പല നോസിൽസ് ഉണ്ട്. ഈ നോസിലാണെങ്കിൽ വെറുതെ മുടി ഒന്ന് എന്താ പറയുക ഉണക്കാനായിട്ട്, ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട്. പിന്നെ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട്, സലൂണിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് ഈ നോസിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മുടി വെറുതെ കോംബ് ചെയ്തിട്ട് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട് കോമ്പിൻ്റെ രൂപത്തിൽ വേറൊരു നോസിലുണ്ട്. പിന്നെ മുടി കേൾ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു നോസിൽ വേറെയുണ്ട്. സോ ഞാൻ ഈ സ്റ്റൈലർ മേടിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുടി സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാറില്ല. അയണൊക്കെ മറ്റേ ഫ്ലാറ്റ് അയണൊക്കെ യൂസ് ചെയ്തിട്ട് സ്ട്രെയിറ്റൻ ചെയ്താലും ഒരു 5 മിനിറ്റ് നിൽക്കും, പിന്നെ പഴയ പോലെ ആവും. ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഉള്ളത്. ഞാൻ ദുബായിലുള്ള സമയത്ത് അതുപോലെ ബാംഗ്ലൂരുള്ള സമയത്തൊന്നും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. എൻ്റെ മുടി അറ്റ്ലീസ്റ്റ് ഒരു 1-2 ദിവസം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും. തല നനച്ചില്ലെങ്കിൽ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ മുടി 2 ദിവസം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഈർപ്പം ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെയല്ല, നാട്ടിലത്തെ ക്ലൈമറ്റ് അങ്ങനെയല്ല. അപ്പോൾ ഈർപ്പം കൂടുതലുള്ള കാരണം കൊണ്ട് എൻ്റെ മുടി ഒട്ടും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാറില്ല. അപ്പോൾ ബ്ലോ ഡ്രയർ വെച്ച് ചെയ്താൽ അത് നിൽക്കുമെന്ന് കുറച്ച് പേര് പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് മേടിച്ചു ഒന്ന് ട്രൈ ചെയ്യാനായിട്ട്. ഈ സ്റ്റൈലറിന് 1700 രൂപ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അധികം അങ്ങോട്ട് വലിയ കോസ്റ്റ്ലി വണ്ണൊന്നും മേടിച്ചില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്. സോ ഞാൻ ആദ്യം ഈ നോസിൽ യൂസ് ചെയ്തിട്ട് മുടി ഒന്ന് സിംപ്ലി ഒന്ന് ഡ്രൈ ചെയ്തു. എന്നിട്ട് പിന്നെ ഈ നോസിൽ വെച്ചിട്ട് മറ്റേ പാർലറിൽ ചെയ്യുന്നത് പോലെ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് നല്ല എൻഡിലൊക്കെ ഒന്ന് കേൾ ചെയ്ത് സ്ട്രെയിറ്റൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എനിക്ക് വലിയൊരു ഡിഫറൻസ് തോന്നിയില്ല. ഞാനിത് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറേ പ്രാവശ്യം ഒരേ സെക്ഷനിൽ തന്നെ ചെയ്യാൻ നോക്കി. ഈ ബ്ലോ ഡ്രൈയിങ് ഇതിന് ബേസിക്കലി 2 കൺട്രോളാണ് ഉള്ളത്. 1, 2 ആണ് ഹയസ്റ്റ് സെറ്റിംഗ്. ചെയ്തിട്ട് മാക്സിമം എനിക്ക് കിട്ടിയ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. കണ്ടില്ലേ, എൻ്റെ ഫസ്റ്റ് പോർഷൻ ഞാൻ ചെയ്തത് ഇത്രയും മാത്രമേ എനിക്കൊരു ഡ്രൈ ആയിട്ട് കിട്ടി. പക്ഷെ അങ്ങനെ ഒരു സിൽക്കി സ്ട്രെയിറ്റ്, അങ്ങനെ ഒരു സോഫ്റ്റ് പോലത്തെ ഒരു സ്ട്രെയിറ്റനിങ് എനിക്ക് കിട്ടിയില്ല. സോ ഞാൻ നോസിൽ മാറ്റിയിട്ട് മറ്റേ വെറുതെ കോംബ് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലോ ഡ്രൈ ചെയ്ത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നോസിലെടുത്തു. അത്യാവശ്യത്തിന് കുറച്ച് മുടി കൊഴിച്ചിട്ടുണ്ട് എനിക്ക്. അപ്പം അത് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പ്രയോജനമില്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. മുടി ഫുള്ള് ഡ്രൈ ആയി കിട്ടി, അല്ലാതെ നമ്മുടെ സിൽക്കി സ്ട്രെയിറ്റും മാറിയില്ല. അപ്പോൾ ഇപ്പോൾ സമയം 5:45. 7 മണിക്കാണ് വെഡിങ് റിസപ്ഷൻ. തൃശ്ശൂർ പുഴക്കലിലെത്തണം. ഞാൻ ഈ ഒരാൾ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം ടൈം വെച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് വേഗം തന്നെ മേക്കപ്പ് ചെയ്ത് പിന്നെ ലാസ്റ്റിൽ ഫ്ലാറ്റ് അയൺ വെച്ചിട്ട് മുടി സ്ട്രെയിറ്റൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ മുഖം ക്ലീൻ ചെയ്യാനായിട്ട് ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് അലോവേര ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ അടുത്താണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യലാണ്. സോ ബയോടെക്കിൻ്റെ ബയോ അലോവേര സൺസ്ക്രീൻ അൾട്രാ സൂതിങ് ഫേസ് ക്രീമാണ് ഇത്. അപ്പോൾ ഞാൻ കുറേ നാൾ ഒലയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. വലിയൊരു ഡിഫറൻസ് ഒന്നും അങ്ങനെ തോന്നിയില്ല, പക്ഷെ നല്ലൊരു ഫേസ് ക്രീമാണ്. സോ അതൊക്കെ നല്ലോണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ മേബിലിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ലൈറ്റായിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഡാർക്ക് ആവുന്നില്ല, ഒരുപാട് ഹെവി ആവുന്നില്ല. എനിക്കിപ്പോൾ എന്താ പറയുക, അങ്ങനെ ഹെവി ആയിട്ട് ഫൗണ്ടേഷൻ ഇടാൻ ഇഷ്ടമല്ല.
അപ്പോൾ ജസ്റ്റ് ലൈറ്റായിട്ട് നിർത്തും. പക്ഷെ എനിക്ക് ഇത്തിരി കൂടുതലായിട്ട് തോന്നിയപ്പോൾ കൈകൊണ്ട് ഞാനൊന്ന് തുടച്ച് കളയാണ്. ഇനി അടുത്തത് കാജൽ. അപ്പോൾ ലാക്മേയുടെ ഐക്കോണിക് കാജൽ ഞാൻ കണ്ട മുകളിലും അതുപോലെ തന്നെ താഴെയും ഫുൾ വാട്ടർ ലൈനൊക്കെ ഞാൻ എന്താ പറയുക ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈറ്റ് ലൈനും കൂടെ ചെയ്യാണ്. അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞിട്ടും അത്ര വലിയൊരു ലുക്ക് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കണ്ണങ്ങോട്ട് ഭയങ്കരമായിട്ട് ചുമന്നിരിക്കുകയാണ്. എന്താ കാരണം എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ഡൾ ലുക്ക്. അപ്പോൾ ഈ ലുക്കൊന്ന് മാറ്റാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഫേക്ക് ഐലാഷസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇറ്റ് മൈറ്റ് മേക്ക് എ ലിറ്റിൽ ബിറ്റ് ഡിഫറൻസ്. കാരണം കണ്ടില്ലേ, കണ്ണെഴുതിയിട്ട് അത്ര വലിയൊരു ഇത് തോന്നിയില്ല. അപ്പോൾ ഫേക്ക് ഐലാഷസ് ഒന്ന് വെച്ചു. വലിയതല്ല കേട്ടോ, ജസ്റ്റ് സ്മോൾ വൺ. സോ ഇട്ടപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം തോന്നി. എന്നാലും എൻ്റെ കണ്ണിലത്തെ ചുവപ്പ് മാറുന്നില്ല, പക്ഷേ ഇറ്റ് സ്റ്റിൽ ലുക്സ് മച്ച് ബെറ്റർ. ആൻഡ് ഞാൻ ലിപ്സ്റ്റിക്ക് ഈ മാറ്റ് ഫിനിഷിൻ്റെ ഈ മേബിലിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്, അതെടുത്തു. ആൻഡ് ഈ ടോപ്പ് ഇത് ബേസിക്കലി ഒരു അനാർക്കലി മോഡൽ കുർത്തയാണ്. ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. വെരി നൈസ്, നല്ല ഒരു കുർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഗോൾഡ് ആൻഡ് പീച്ച് കളറാണ്, പക്ഷേ ദൂരെ നോക്കിയാൽ സിൽവർ കളറായിട്ട് തോന്നും കേട്ടോ. സിൽവറും പീച്ചാണെന്നേ തോന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനൊരു കോൺട്രാസ്റ്റ് ആയിട്ട് ഇയറിങ്സ് സിൽവർ ഇട്ടു. ആൻഡ് ഇറ്റ് ലുക്സ് വെരി നൈസ്. പിന്നെ ബാംഗിൾസ് പീച്ച് കളർ ഇട്ടു. ലിപ്സ്റ്റിക്ക് ഞാൻ ഇതിന് മേലിൽ വേറൊരു ന്യൂഡ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു, ലിപ് ക്രയോൺ, അതൊന്ന് അപ്ലൈ ചെയ്തു. ബാംഗിൾസ് ഞാൻ പീച്ച് കളറിൽ നിന്ന് മാറ്റിയിട്ട് സിൽവർ കളറാക്കിയിട്ടോ. എനിക്ക് അത്ര അങ്ങോട്ട് പീച്ച് അത്ര ഇഷ്ടമായില്ല, ഭയങ്കര ഗോഡി ആയിട്ട് തോന്നി. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കുർത്ത. ആക്ച്വലി കുറേ പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കുറേ പേര് നല്ല നല്ല കോംപ്ലിമെൻറ്റ്സ് തന്നിട്ടോ ഈ ഡ്രസ്സിനെ കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ആക്ച്വലി ഗോൾഡ് പാൻസാണ് ഇട്ടത്. പക്ഷെ കണ്ടില്ലേ, ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ ഗോൾഡ് ഈ ഡ്രസ്സിൽ ഇല്ലെന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പം വല്ലാണ്ട് അങ്ങോട്ട് ഒരു കോൺട്രാസ്റ്റ് ആയിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ഈ ഡ്രസ്സ് ഭയങ്കര ലെങ്തിയാണ്, അപ്പോൾ അതുകൊണ്ട് പാൻറ് ഒട്ടും കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ലുക്ക് നമുക്ക് ഏതൊരു ഫംഗ്ഷനും, ഈവൻ ഓണം വരുമ്പോൾ ഓണത്തിന് വരെ നമുക്ക് ഇടാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഇതപ്പോൾ ഞാൻ റെഡിയായി. ഇനി ഞാൻ വേഗം പിള്ളേർ റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങട്ടെ കല്യാണത്തിന്. സംഭവം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗിവ് ഇറ്റ് എ ലൈക്ക്, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രം മീ, ടാറ്റാ.